നമസ്കാരം. നിങ്ങളൊരു കുഞ്ഞിനെ കാത്തിരിക്കുകയാണോ? ആണെങ്കിൽ നിങ്ങളുടെ കമ്പനി തരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ എല്ലാ ഇൻഷുറൻസ് പോളിസികളെയും പോലെ ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചെറിയ നിബന്ധനകൾ എങ്ങനെയാണ് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതറിഞ്ഞിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരുപാട് പണം ലാഭിക്കാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയൊരു ഗുണം അറിയോ? അതിൽ വെയിറ്റിംഗ് പീരിയഡ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്നൊരു ഇൻഷുറൻസ് എടുത്താൽ പ്രസവാനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ കുറഞ്ഞത് 2-4 വർഷം വരെ കാത്തിരിക്കണം. എന്നാൽ കോർപ്പറേറ്റ് പ്ലാനിൽ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ ജോലിക്ക് ചേരുന്ന സമയത്ത് ഗർഭിണിയാണെങ്കിൽ പോലും ആദ്യ ദിവസം മുതൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. ഇത് ശരിക്കും വലിയൊരു ആശ്വാസം തന്നെയാണ്, അല്ലേ? ഡോക്ടർ പ്രശാന്തിന്റെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് കോർപ്പറേറ്റ് ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മളെ പോളിസിയിൽ കാണുന്ന ആ വലിയ തുക, ആ ലക്ഷങ്ങളുടെ കവറേജ്, അതല്ല യഥാർത്ഥത്തിൽ പ്രധാനം. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ പരിധികളുണ്ട്, സബ്ലിമിറ്റുകൾ എന്ന് പറയും. അതാണ് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പണം ചെലവാകും എന്ന് ശരിക്കും തീരുമാനിക്കുന്നത്. നമുക്കതൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ കെണിയിലേക്ക് കിടക്കാം. അതാണ് ഈ റൂം വാടകയുടെ കെണി. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു ചെറിയ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വലിയൊരു ബില്ലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ റൂം റെന്റ് ക്യാപ്പിംഗ്? പേര് കേട്ട് പേടിക്കണ്ട. സംഭവം വളരെ സിമ്പിളാണ്. ആശുപത്രിയിലെ ഒരു ദിവസത്തെ റൂം വാടകയ്ക്ക് ഇൻഷുറൻസ് കമ്പനി പരമാവധി ഇത്ര രൂപയെ തരൂ എന്ന് പറയുന്ന ഒരു ലിമിറ്റാണിത്. ഈ ചെറിയ സംഖ്യയാണ് നിങ്ങളുടെ മുഴുവൻ ബില്ലിനെയും തലകീഴായി മറിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് തുകയുടെ 1% ഈ പരിധി. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് 4 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് വെക്കുക. അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാ? വെറും 4000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഉള്ള ഒരു നല്ല ആശുപത്രിയിൽ ഒരു ദിവസത്തെ റൂം വാടകയ്ക്ക് 4000 രൂപ തികയോ? സാധ്യത കുറവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഏറ്റവും അപകടം പിടിച്ചൊരു നിയമം. ഇതിന്റെ പേരാണ് പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ. ഇത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ റൂം വാടകയുടെ ലിമിറ്റ് കടന്നാൽ ആ കൂടിയ തുക മാത്രം കൊടുത്താൽ പോരാ. നിങ്ങൾ റൂം വാടകയിൽ എത്ര ശതമാനം കൂടുതൽ ചെലവാക്കിയോ അത്രയും ശതമാനം പണം നിങ്ങളുടെ ഡോക്ടറുടെ ഫീസ്, സർജറി ചാർജ്, മരുന്നുകൾ തുടങ്ങി മറ്റെല്ലാ ചിലവുകളിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി വെട്ടിക്കുറയ്ക്കും. ഇത് വലിയൊരു നഷ്ടമുണ്ടാക്കും. ഈ കണക്കുകളിലേക്ക് ഒന്ന് നോക്കിയാൽ സംഭവം ക്ലിയറാവും. നിങ്ങളുടെ റൂം വാടക ലിമിറ്റ് 4000 രൂപയാണെന്ന് കരുതുക. നിങ്ങൾ പക്ഷേ 8000 രൂപയുടെ മുറിയെടുത്തു, അതായത് 50% കൂടുതൽ. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ 1 ലക്ഷം രൂപയുടെ സർജറി ഫീസിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനി പകുതി കുറയ്ക്കും. അതായത് 50,000 രൂപയെ തരൂ. ബാക്കി 50,000 നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുപോലെ 50,000 രൂപയുടെ മറ്റു ചാർജുകൾക്ക് 25,000 രൂപയെ കിട്ടൂ. കണ്ടില്ലേ? റൂം വാടകയിലെ വെറും 4,000 രൂപയുടെ വ്യത്യാസം കാരണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നത് 75,000-ലധികം രൂപയാണ്. ഇതാണ് കെണി. അപ്പോൾ റൂം വാടക മാത്രമല്ലാട്ടോ പ്രശ്നം. ഇതുപോലെ വേറെയും ചില കുഞ്ഞൻ പരിധികൾ പോളിസിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്, സെക്ഷനും നോർമൽ ഡെലിവറിക്കും കിട്ടുന്ന തുകയിൽ വ്യത്യാസമുണ്ടോ, അതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. 2, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിന് കവറേജ് കിട്ടുമോ, അത് ഉറപ്പുവരുത്തണം. 3, ഇനി അഥവാ കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി NICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ആ ചിലവുകൾ കവർ ചെയ്യുമോ എന്നും ഉറപ്പാക്കണം. ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. സെക്ഷന്റെ യഥാർത്ഥ ചെലവും ഇൻഷുറൻസ് കിട്ടുന്നതും തമ്മിലുള്ള ഒരു ഭീകരമായ വ്യത്യാസം ഇതിൽ കാണാം. ഇൻഷുറൻസ് കമ്പനി ഒരു 75,000 രൂപ തരുമായിരിക്കും. പക്ഷെ ഒരു നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ബില്ലോ അത് 1,80,000 ഒക്കെ വരും. ബാക്കി പൈസ എവിടുന്ന് വരും? നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ പോളിസിയിൽ സെക്ഷൻ ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഹോസ്പിറ്റൽ ബില്ലും ഇൻഷുറൻസ് തരുന്ന പൈസയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ നമ്മൾ കുറച്ച് പണം കയ്യിൽ കരുതണം. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ അവസാന നിമിഷത്തെ ടെൻഷൻ ഒഴിവാക്കാം. ഇനി കുഞ്ഞിന്റെ കവറേജിന്റെ കാര്യം, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചില പോളിസികളിൽ കുഞ്ഞ് ജനിച്ച ആ നിമിഷം മുതൽ കവറേജ് തുടങ്ങും. പക്ഷേ വേറെ ചില പോളിസികളുണ്ട്, അതിൽ നിങ്ങളുടെ കമ്പനിയിലെ HR വഴി കുഞ്ഞിന്റെ പേര് ഔദ്യോഗികമായി പോളിസിയിൽ ചേർത്താൽ മാത്രമേ കവറേജ് കിട്ടൂ. അതിന് ചിലപ്പോൾ മാസങ്ങൾ, ഒരു 90 ദിവസം വരെയൊക്കെ എടുത്തേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ 90 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് എന്തെങ്കിലും ചികിത്സ വേണ്ടി വന്നാൽ ആ മുഴുവൻ കാശും നമ്മൾ കയ്യിൽ നിന്നെടുക്കണം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ നമ്മൾ ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങളാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് നിയമം തരുന്ന ഒരു വലിയ ആശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്. 2017 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് 26 ആഴ്ച ശമ്പളത്തോടുകൂടി അവധിക്ക് നിയമപരമായിട്ട് തന്നെ അവകാശമുണ്ട്.
ഈ നിയമത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങളുടെ ശമ്പളം മുടങ്ങാതിരിക്കാനാണ്, ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാനല്ല. രണ്ടാമത്, 10 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള ഏത് കമ്പനിക്കും ഇത് ബാധകമാണ്. പിന്നെ ആദ്യത്തെ 2 കുട്ടികൾക്കാണ് 26 ആഴ്ച കിട്ടുക. മൂന്നാമത്തെ കുട്ടിയാണെങ്കിൽ അത് 12 ആഴ്ചയായി കുറയും. ശരി, ഇത്രയും കാര്യങ്ങൾ കേട്ട പേടിക്കോ ഒന്നും വേണ്ട. ഇതിനെയൊക്കെ എങ്ങനെ നേരിടാം? ഞാൻ നിങ്ങൾക്ക് സിമ്പിളായൊരു 3 സ്റ്റെപ്പ് പ്ലാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. സ്റ്റെപ്പ് 1, നിങ്ങളുടെ കമ്പനിയുടെ ഇൻഷുറൻസ് പോർട്ടലിൽ കയറി നിങ്ങളുടെ TPA, അതായത് ക്ലെയിം ഒക്കെ നോക്കുന്ന ഏജൻസി ഏതാണെന്ന് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2, നിങ്ങൾ ഡെലിവറിക്കായി തിരഞ്ഞെടുക്കാൻ പോകുന്ന ഹോസ്പിറ്റലിൽ പോയി നോർമൽ ഡെലിവറിക്കും സി സെക്ഷനും എത്ര രൂപ ചെലവ് വരുമെന്നുള്ളൊരു എസ്റ്റിമേറ്റ് വാങ്ങുക. ഇതിനെയാണ് പ്രോഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ സ്റ്റെപ്പ്, ഈ എസ്റ്റിമേറ്റും നിങ്ങളുടെ പോളിസിയിലെ റൂം റെന്റ്, ഡെലിവറി ചാർജ് പോലുള്ള ലിമിറ്റുകളും തമ്മിലൊന്ന് ഒത്തുനോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്ര രൂപ കയ്യിൽ കരുതേണ്ടി വരുമെന്ന്. ഇങ്ങനെ മുൻകൂട്ടിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്നറിയോ? കുഞ്ഞ് ജനിക്കുന്ന ആ സന്തോഷമുള്ള സമയത്ത് പൈസയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നമുക്ക് ആ നിമിഷങ്ങൾ സമാധാനമായി ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. പക്ഷേ ആ വല ഉപയോഗിക്കുന്നതിന് മുൻപ് അതിൽ വല്ല ഓട്ടകളുമുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? ഇന്ന് തന്നെ നിങ്ങളുടെ പോളിസി ഡീറ്റെയിൽസ് എടുത്ത് നോക്കൂ. വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ആ നിമിഷങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങൾ ഒരു ടെൻഷനായി മാറരുത്.